നമസ്കാരം. തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോ OTTയിൽ സ്ട്രീം ചെയ്യുന്ന മലയാള സിനിമ ലിറ്റിൽ ഹാർട്ട്സ്. തിയേറ്ററിലല്ല, OTTയിലാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതും. ആൻഡോ ജോസ് പെരേര, എബി ട്രീസ പോൾ എന്നിവരാണ് സംവിധാനം ചെയ്ത് ചിത്രത്തിൽ ഷെയ്ൻ നിഗം, ബാബുരാജ്, മഹിമ നമ്പ്യാർ, ഷൈൻടോൺ ചാക്കോ, രഞ്ജി പണിക്കർ, ഷമ്മി തിലകൻ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. പശ്ചാത്തലം എന്ന് പറയുന്നത് അച്ഛൻ ബേബി, മകൻ സിബി എന്നിവരുടെ കഥയാണ് ചിത്രം പറയുന്നത്. ബേബിയുടെ ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി. അച്ഛനും മകനും സുഹൃത്തുക്കളെ പോലെയാണ് ജീവിക്കുന്നത്. ബേബിക്ക് തൻ്റെ കളിക്കൂട്ടുകാരിയായ സിസിലിയുമായി ഇഷ്ടത്തിലാണ്. സിസിലിയുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുന്നേ നാട് വിട്ടുപോയതാണ്. അവർക്കൊരു മകളുമുണ്ട്. ഇതാണ് സിനിമയുടെ ഒരു ട്രാക്ക് എന്ന് പറയുന്നത്. മറ്റൊരു ട്രാക്കിൽ ശോശ എന്ന കഥാപാത്രത്തിന് സിബിയോടുള്ള ഇഷ്ടമാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്താണ് ശോശയുടെ സഹോദരൻ ഇംഗ്ലണ്ടിൽ നിന്നും വരുന്നത്. അത് മറ്റൊരു ട്രാക്കായി തന്നെ പരിഗണിക്കാം. തുടർ സംഭവങ്ങളൊക്കെയാണ് ലിറ്റിൽ ഹാർട്ട്സ് എന്ന സിനിമ നമ്മളോട് പറയുന്നത്. ഷെയ്ൻ നിഗമാണ് സിബി എന്ന കഥാപാത്രമായി എത്തുന്നത്. മുന്നേ കണ്ടിരുന്ന ടൈപ്പ് റോളിൽ നിന്നും ഒരു വ്യത്യസ്തത ഈ കഥാപാത്രത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ മാത്രമാണ് അത് രസകരമായി എന്ന് തോന്നിയത്. മിക്ക സ്ഥലത്തും ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. സാൾട്ട് ആൻഡ് പെപ്പർ മുതൽ കണ്ടു തുടങ്ങിയ ബാബുരാജിൻ്റെ കഥാപാത്രങ്ങളുടെ തുടർച്ചയാണ് ബേബി. ചിലയിടങ്ങളിൽ അത്യാവശ്യം രസമുണ്ട്. മഹിമയ്ക്ക് ചിത്രത്തിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നാണ് തോന്നിയത്. ഷൈൻടോൺ ചാക്കോ ഇതുവരെ ചെയ്തതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായൊരു വേഷമാണ്. മിനിമൽ സ്പേസിലും പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് ആ കഥാപാത്രം നൽകുന്നുണ്ട് എങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം എന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ ഷൈൻടോൺ ചാക്കോയ്ക്ക് സാധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പലപ്പോഴും ആ കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് എന്നതും എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പ്രകടനം നോക്കിയാൽ സിനിമയിൽ മൊത്തത്തിൽ കൊള്ളാമെന്ന് തോന്നിയത് രമ്യ സുവിയുടെ പ്രകടനമാണ്. ഒരു ഡെപ്ത് നൽകി തന്നെ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഷമ്മി തിലകൻ്റെ ലുക്ക് കൊള്ളാം. ഭാഷയൊക്കെ കൈകാര്യം ചെയ്യുന്നതിലാണ് മിക്ക പ്രകടനങ്ങളും താഴോട്ട് പോകുന്നത്. കഥ നടക്കുന്ന സ്ഥലമൊക്കെ രസമായി വന്നിട്ടുണ്ട്. ഒരു രീതിയിൽ പറഞ്ഞാൽ മുന്നോട്ട് കാണാൻ പ്രേരിപ്പിക്കുന്നതിലൊരു പ്രധാന കാര്യം വിഷ്വൽസ് തന്നെയാണ്. സിനിമ നേരിടുന്ന പ്രശ്നമായി തോന്നിയത് ട്രാക്കുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി വരുന്നു. അപ്പോഴും തിരക്കഥ വേണ്ട രീതിയിൽ ഇതിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രണയത്തെ അത് വ്യത്യസ്ത കോണുകളിലൂടെ സമീപിക്കുമ്പോഴും പറയുന്നു എന്നല്ലാതെ ഡെപ്ത് എവിടെയും ഫീൽ ചെയ്യുന്നില്ല. ചിത്രത്തിലെ ബ്രേക്കപ്പ് സീനൊക്കെ മോശം എക്സിക്യൂഷൻ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ തീർക്കാം എന്നൊരു ആറ്റിറ്റ്യൂഡിൽ അവസാനിപ്പിച്ചതുപോലെയും മൊത്തത്തിൽ നിരാശപ്പെടുത്തിയ ചിത്രമായിരുന്നു എന്നെ സംബന്ധിച്ച് ലിറ്റിൽ ഹാർട്ട്സ്. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നിരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.